ഇന്ന് ഞങ്ങളുടെ ഒരു ക്യൂട്ട് ഈവനിങ് കണ്ടാലോ? ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. സെക്ടർ ഇടാതെ പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടത് മനസ്സിലാവും. എന്തുള്ളൊരു വാക്യം കാണട്ടെ ഇത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനും മക്കളും റൂമിൽ ഇരുന്നും കളിച്ചും ചെറുതായി വല്ല രീതിയിൽ ബോറടിക്കും. അപ്പോൾ ഡെയിലി ഇതേ കുട്ടിയാട്ടം വന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചില സമയങ്ങളിൽ ഉണ്ണിയേട്ടനായിരിക്കും നേരത്തെ വരിക, അല്ലെങ്കിൽ ഏട്ടന്മാരായിരിക്കും നേരത്തെ വരിക. ആരാണോ വരുന്നത് അവരുടെ കൂടെ ഞങ്ങൾ വാക്കിങ്ങിന് പോകും. ഇനി അഥവാ ഇവരൊക്കെ ലേറ്റായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്കിങ് വന്ന് സ്കിപ്പാവും. അപ്പോൾ ഇതേ ഇന്ന് ഉണ്ണിയേട്ടൻ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും ഇതേ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അവർ 3 പേര് സൈക്കിളിലാട്ടോ യാത്ര, ഞാൻ മാത്രമേ ഉള്ളൂ നടത്തം. അപ്പോൾ എൻ്റെ വാക്കിങ്ങും അവരെ കളിയും കഴിഞ്ഞ് തിരിച്ചിനി റൂമിൽ പോയിട്ട് വേണം ഇനി നമുക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ. ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്നത് അവരെ കയ്യും കാലമൊക്കെ കഴുകി. കാരണം അവർ മണ്ണിലൊക്കെ കളിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവർ തന്നെ ഇപ്പം കുറേ നാളായി നമ്മളത് ശീലിപ്പിച്ചിട്ട് അവർ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അവർ തന്നെ പോയി കയ്യും കാലമൊക്കെ കഴുകി അവർ ഫ്രഷായി വരാറുണ്ട്. അപ്പോൾ ഒരേട്ടൻ നാട്ടിൽ പോയിട്ടുള്ളത് എന്തോ അത്യാവശ്യം വന്നിട്ട് പെട്ടെന്നായിട്ട് നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരേട്ടൻ ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് മക്കളെ നോക്കുന്ന ഡ്യൂട്ടി ഉണ്ണിയേട്ടന് മാത്രം കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ ഹെൽപ്പർ നാട്ടിൽ പോയത് തന്നെ എനിക്ക് അടുക്കളയിൽ കുറേ അധികം പണിയുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ അച്ഛനും മക്കളും ഇവിടുന്ന് ആപ്പിളൊക്കെ കഴിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ട്. ഇവരെപ്പോഴൊക്കെ വഴക്കുള്ളൂ അല്ലെങ്കിൽ ഇവരെപ്പോഴൊക്കെ ചിരിച്ച് കളിച്ച് നടക്കുമോ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു 5 മിനിറ്റ് കൂടുതൽ സ്നേഹിച്ചതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്ത നിമിഷം ഇപ്പോൾ ഒരു വഴക്കുണ്ടാവുന്നത്. അപ്പോൾ ഇതേ ഒരുത്തൻ ചിരിക്കുന്നുണ്ടാവും, ഒരുത്തൻ കരയുന്നുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഓരോ മിനിറ്റും നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫുഡൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരണം, ഫുഡ് കഴിക്കണം. അപ്പോൾ അതിനിടയിൽ ജുനു വന്നിട്ടുണ്ടായിരുന്നു. ജുനു പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയും പാജി, അതിൻ്റെ കൂടെ ചെമ്മീൻ അച്ചാറുണ്ട്. ഈയിടെ ജുനു നാട്ടിൽ പോയ സമയത്ത് ഉമ്മ കൊടുത്തു വിട്ടതാണ് ചെമ്മീൻ അച്ചാറ്, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ അച്ചാറ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കയ്യോടെ കിച്ചണും ക്ലീൻ ചെയ്ത് വെച്ചു. ഇവർ രണ്ടും തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഈ ഒരു ഗ്ലാസ്സിന് വേണ്ടിയുള്ള വഴക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തുതീർപ്പ് ഉണ്ടാക്കലാണ് കേട്ടോ അടുത്ത ടാസ്ക്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:15, 10:30 ആ ഒരു ഇടയിലായിട്ടുള്ളൂ. ഇവരുറങ്ങാൻ 11:30, 12 മണിയാവും. അപ്പോൾ ആ ഒരു ടൈം വരെ ഇവരെ പ്രശ്നങ്ങൾക്ക് ഒത്തുതീർപ്പാക്കലാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെ പണിയും. അപ്പോൾ ഈ ഒരു സമയം വരെ അവർ ഒരുപാട് നേരം കളിക്കും, ഒരുപാട് നേരം കരയും, ഒരുപാട് നേരം വഴക്കുണ്ടാക്കും. ഞങ്ങളും അവരുടെ കൂടെ തന്നെ കളിക്കും, വഴക്കൂടും എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ ഹവേഴ്സ് ലേറ്റർ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 11:30, 12 മണി ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ട്. അവരവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ അവരവരുടേതായ രീതിയിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയുടെ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇനിയും എനിക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണം. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും Good night. Good night. Good night.